നമസ്കാരം, IW ക്യാമ്പസിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റിയുടെ കരിയർ പാത്തിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഒരു സൈബർ സെക്യൂരിറ്റി ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നു. നമുക്ക് അതിൽ ഒത്തിരി കരിയർ പാത്ത് അവൈലബിൾ ആണ്. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ എൻട്രി ലെവൽ മുതൽ മിഡ് ലെവൽ, അതുപോലെ സീനിയർ മാനേജ്മെന്റ് ലെവൽ, ഇങ്ങനെ പല ലെവൽസ് ഓഫ് സൈബർ സെക്യൂരിറ്റിക്കകത്ത് പല ജോബ് റോൾസ് ഉണ്ട്. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഏരിയ അല്ല, അത് വലിയൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ജോബ് റോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മറ്റ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇപ്പം സെർവർ മാനേജ്മെന്റ് ഇങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഒരു ഭാഗമായിട്ട് വരുന്ന ജോബ് റോൾ ആയിരിക്കും. പക്ഷേ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെ ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ജോബ് റോൾസ് അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കമ്പനിയുടെ സൈസ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ബിസിനസ് ഇതനുസരിച്ച് ഓരോ കമ്പനികളിലും അവരുടേതായ ജോബ് റോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചറാണ്, ഒരു അപ്രോക്സിമേറ്റ് സ്ട്രക്ചറാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇത് തന്നെ ആയിരിക്കണമെന്നില്ല എല്ലാ കമ്പനിയിലും, കാരണം ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ്, അതുപോലെ അവരുടെ ആ ഒരു ക്രിട്ടിക്കൽ എൻവയോൺമെന്റ് എത്രത്തോളം ക്രിട്ടിക്കൽ ആണ് എന്നുള്ളതനുസരിച്ചായിരിക്കും ഈ ജോബ് റോൾസ് ഒക്കെ വരുന്നത്. അപ്പം ഇതിനകത്ത് കുറച്ച് കോമൺ ജോബ് റോൾസ് ഉണ്ട്, അതെന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ അകത്ത് സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്. സോ ബേസിക്കലി ഒരു സെക്യൂരിറ്റി അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ മെയിൻലി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സെർവർ, നെറ്റ്വർക്ക്, സ്റ്റോറേജ്, അതുപോലെ ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ള ക്ലൗഡ്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കംപ്ലീറ്റ് ഡിജിറ്റൽ, ഈവൻ എംപ്ലോയിയുടെ ആക്സസ്, അതുപോലെ സെർവേഴ്സിലോട്ടുള്ള ആക്സസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്ത് എന്തെങ്കിലും വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ്സുകൾ. അപ്പം വീക്ക്നെസ് വെച്ചാൽ സോഫ്റ്റ്വെയറിനകത്ത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ OS ആണെങ്കിൽ OSൻ്റെ അകത്ത് ഏതെങ്കിലും വൾണറബിലിറ്റി എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരിക്കും. ആ ലൂപ്പ് ഹോൾ യൂസ് ചെയ്തിട്ട് ഒരു അറ്റാക്കർ അല്ലെങ്കിൽ ഒരു ഹാക്കറിനെ സംബന്ധിച്ചോളം അത് യൂട്ടിലൈസ് ചെയ്തിട്ട് അവർക്ക് ആ ഡിവൈസിന്റെ ആക്സസ് എടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ വൾണറബിലിറ്റി മിക്കവാറുള്ള എല്ലാ സോഫ്റ്റ്വെയർസിലും എല്ലായിടത്തും വരാറുള്ളതാണ്, ഇതൊരു കോമൺ ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ വൾണറബിലിറ്റി ഫിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പാച്ചിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വൾണറബിലിറ്റീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലൊരു സെക്യൂരിറ്റി ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. സെക്യൂരിറ്റി ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാക്ക്, അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്ത രീതി, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഡേറ്റ മോഷ്ടിച്ചുകൊണ്ട് പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസിഡന്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിന്റെ അനലൈസ് ചെയ്ത് മോണിറ്ററിങ് ചെയ്ത് അനലൈസ് ചെയ്യുന്ന ആൾക്കാരെയാണ് സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്നത്. നോർമലി ഇതൊരു എന്താ പറയുക, എൻട്രി ലെവൽ ജോബാണ്. അപ്പം അവർ ബേസിക്കലി നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി അലേർട്സുകൾ, അതായത് നമുക്ക് പല രീതിയിലുള്ള സെറ്റപ്പ് സെക്യൂരിറ്റി മെക്കാനിസംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ വരുന്ന സെക്യൂരിറ്റി അലേർട്സുകളെ മോണിറ്റർ ചെയ്യുകയും അതുപോലെ തന്നെ ഇൻസിഡന്റ് റെസ്പോൺസിന്റെ ആ ഒരു പ്രോസസ്സിൽ അവർ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുകയാണ്. അതായത് അതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ലെവൽ ഓഫ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ടീമിനെ അത് അറിയിക്കുകയും അവർ ത്രൂ അത് വർക്ക് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ഒരു സെക്യൂരിറ്റി അനലിസ്റ്റിന്റെ ജോബ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ ആണ്. അപ്പം നെറ്റ്വർക്ക് ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മളൊരു നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതുപോലെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് ഉണ്ട്. നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് ബേസിക്കലി നെറ്റ്വർക്ക് ഡീപ്ലോയ്മെന്റ് ആയിരിക്കും അവർ നോക്കുന്നത്. അതേസമയം നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ആ ഡീപ്ലോയ്മെന്റിന്റെ അകത്തുള്ള സെക്യൂരിറ്റിയാണ്, അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ എന്തൊക്കെ സെക്യൂരിറ്റി മെക്കാനിസംസ് കൊണ്ടുവരാൻ പറ്റും അതൊക്കെയാണ് ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയറിനെ സംബന്ധിച്ചോളം നോക്കുക. അവരും സ്വിച്ചും റൗട്ടേഴ്സും ഒക്കെ കോൺഫിഗർ ചെയ്യും. അതുപോലെ തന്നെ മറ്റ് ഡിവൈസസ്, അതായത് ഫയർ വാൾസ്, അതുപോലെ IPS, IDS, ഇൻട്രൂഷൻ ഡിറ്റക്ഷനും ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റംസ് ഒക്കെ പറഞ്ഞ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതുപോലെ നെറ്റ്വർക്കിൽ ആക്സസ്, കൃത്യമായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ആക്സസ് കൊടുക്കാനും അതിനാണ് നെറ്റ്വർക്ക് ആക്സസ് കൺട്രോൾസ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്കൊരു വെബ് സെർവർ ഉണ്ടെങ്കിൽ അതിന് WAF ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല ടൈപ്പ് ഓഫ് ഡിവൈസസ് ഉണ്ടായിരിക്കും, സെക്യൂരിറ്റി ഡിവൈസസ്. അപ്പോൾ നെറ്റ്വർക്കിലുള്ള സെക്യൂരിറ്റി ഡിവൈസസ് ഒക്കെ, പ്രോക്സി ഒക്കെ സെക്യൂരിറ്റി ഡിവൈസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നെറ്റ്വർക്ക് പ്രോക്സി ഒക്കെ, അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ ആയിരിക്കും. അതും നമുക്ക് ഒരു മിഡ് ലെവലും വരും, എൻട്രി ലെവലും വരാറുണ്ട്. എൻട്രി ലെവൽ ആണെന്നുണ്ടെങ്കിൽ ഒരു അസോസിയേറ്റ് എഞ്ചിനീയറും, മിഡ് ലെവൽ വരുവാണെന്നുണ്ടെങ്കിൽ സീനിയർ സെക്യൂരിറ്റി എഞ്ചിനീയർ എന്ന് പറഞ്ഞ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റി ആർക്കിടെക്ട് ഉണ്ട്. സെക്യൂരിറ്റി ആർക്കിടെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്ത് എങ്ങനെയാണ് സെക്യൂരിറ്റി മെക്കാനിസംസ് സെറ്റപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സെക്യൂരിറ്റി ആർക്കിടെക്ട് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നോർമലി അതൊരു മിഡ് ലെവലിൽ വരുന്ന ഒരു ജോബ് റോളാണ്. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെയൊക്കെ നമുക്ക് ഡിഫൻസ് മെക്കാനിസംസ് സെറ്റപ്പ് ചെയ്യാം, അതുപോലെ എന്തൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ് അല്ലെങ്കിൽ എമർജിങ് ആയിട്ടുള്ള സെക്യൂരിറ്റി ത്രെട്ടുകൾ അല്ലെങ്കിൽ വൾണറബിലിറ്റീസ്, ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
മനസ്സിലാക്കി അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ട രീതിയിലുള്ള സെക്യൂരിറ്റി ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഡിസൈൻ സെറ്റപ്പ് ചെയ്യുകയും അതിനെ മാനേജ് ചെയ്യുകയും അതിനെ മോണിറ്റർ ചെയ്യുകയും അതിൻ്റെ എഫിഷ്യൻസി നോക്കുകയും അതിൻ്റെ അകത്ത് പോരായ്മ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് സെക്യൂരിറ്റി ആർക്കിടെക്ട് എന്ന് പറഞ്ഞ ജോബ് റോള്. ഇത് അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് സെക്യൂരിറ്റി ഏരിയയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് കൂടുതലും സെക്യൂരിറ്റി ആർക്കിടെക്ട് ആയിട്ട് പോകാറുള്ളത്. അടുത്തത് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ സോക്ക് അനലിസ്റ്റ് ആണ്. സോക്ക് അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവർ സെക്യൂരിറ്റി മോണിറ്ററിംഗ് ആണ് ചെയ്യാറുള്ളത്. ബേസിക്കലി ഒരു സിം ടൂൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു EDR അല്ലെങ്കിൽ XDR ഉണ്ടായിരിക്കും. ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ടൂളാണ്, മോണിറ്ററിംഗ് ടൂളുകളാണ്. അപ്പം ഈ ഒരു മോണിറ്ററിംഗ് ടൂളുകൾ, അതായത് സിം ടൂൾ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി മോണിറ്ററിംഗ് ടൂളാണ്. EDR എന്ന് പറയുമ്പോഴത്തേനും എൻ പോയിന്റ് ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. അതിനകത്ത് എൻ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെർവർ, അതുപോലെ ക്ലൈന്റ് OSകൾ, ഇതെല്ലാം എൻ പോയിന്റ്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ സെർവേഴ്സിൻ്റെ അകത്തും ക്ലൈൻറ്റിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും വൾണറബിലിറ്റീസോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാൽവെയർ അറ്റാക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അറ്റാക്കുകളോ ഉണ്ടെങ്കിൽ ഈ EDR അത് ഐഡന്റിഫൈ ചെയ്യുകയും അതിനുവേണ്ട റെസ്പോൺസ് മെക്കാനിസം സെറ്റപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അലേർട്ടുകൾ നമുക്ക് സിം ടൂളിൽ കിട്ടും. അപ്പോൾ സിം ടൂൾ എല്ലാ ഡിവൈസിൽ നിന്നും ലോഗ്സ് കളക്ട് ചെയ്തിട്ട് സെൻട്രലൈസ്ഡ് ലൊക്കേഷനിൽ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പോൾ ആ ഒരു ടൂളിലായിരിക്കും ഈ സോക്ക് അനലിസ്റ്റ് കൂടുതലും വർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ സോക്ക് അനലിസ്റ്റും ഈ പറഞ്ഞ പോലെ നമുക്ക് എൻട്രി ലെവൽ ജോബും ഉണ്ട്, മിഡ് ലെവലും ഉണ്ട്. അപ്പോൾ ഇവർ റിയൽ ടൈം ഇൻസിഡൻസിനെ പറ്റി ഐഡന്റിഫൈ ചെയ്യും. ഏതെങ്കിലും രീതിയിലുള്ള അറ്റാക്കുകൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നടന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവർ സിം ടൂളിൽ ലോഗ്സ് ബേസ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടും അതുപോലെ നമുക്കൊരു സെക്യൂരിറ്റി സ്റ്റാറ്റസ് റിപ്പോർട്ട്, ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതലും വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു സോക്കിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഇവർ 50% ടെക്നിക്കലും 50% ഓപ്പറേഷൻസും ആയിരിക്കും നോർമലി ചെയ്യാറുള്ളത്. കൂടുതലും ചില സോക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 40% ടെക്നിക്കലും ഒരു 60% ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഡേറ്റ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് മോണിറ്ററിങ്, അതിൻ്റെ അലേർട്സും അല്ലെങ്കിൽ അതിനുള്ള ഡാഷ്ബോർഡുകളും റിപ്പോർട്ടുകളും ഒക്കെ ഓൾറെഡി സിം ടൂളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അതിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ എടുക്കുകയും അതിൽ നിന്ന് അലേർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ അലേർട്ടിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സോക്ക് അനലിസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത ഇൻസിഡന്റ് റെസ്പോണ്ടർ ആണ്. ഇൻസിഡന്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇൻസിഡന്റ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്നോർമൽ ആയിട്ടൊരു ആക്ടിവിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഇൻസിഡന്റ് റെസ്പോണ്ടേഴ്സ് ആണ് ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവരാണ് അത് മാനേജ് ചെയ്യുന്നത്. മീൻസ് എന്താണ് ആ ഇഷ്യൂ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു സെക്യൂരിറ്റി ഇൻസിഡന്റ്, അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, അതിന് ആരൊക്കെ ടീമിനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കണം. കാരണം ഇപ്പോൾ സെർവർ സൈഡിലാണ് ഈ ഒരു മാൽവെയർ അറ്റാക്ക് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാൽവെയർ അറ്റാക്ക് ഇൻസിഡന്റ് റെസ്പോണ്ടേഴ്സ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ സെർവർ സൈഡിലുള്ള ടീമിനെ എൻഗേജ് ചെയ്യിച്ചിട്ട് അതിൽ നിന്നുള്ള ഡിഫറെന്റ് ലെവൽ ഓഫ് ടീം ഉണ്ടായിരിക്കും. ചിലപ്പം ഫസ്റ്റ് ലെവൽ ടീം ഉണ്ടായിരിക്കും, സെക്കൻഡ് ലെവൽ ഉണ്ടായിരിക്കും, തേർഡ് ലെവൽ ഉണ്ടായിരിക്കും, സീനിയർ ആയിട്ടുള്ള എക്സ്പെർട്ടീസ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് അത് റിസോൾവ് ചെയ്യുകയും അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും സെൻഡ് ചെയ്യുന്ന ഒരു ടീമാണ് ഇൻസിഡന്റ് റെസ്പോണ്ടേഴ്സ്. അപ്പം ഇൻസിഡന്റ് റെസ്പോണ്ടേഴ്സ് നമ്മൾ ഇൻസിഡന്റ് മാനേജ്മെന്റ് ടീം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കാറുണ്ട്. പിന്നുള്ളത് വൾണറബിലിറ്റി അനലിസ്റ്റ് അല്ലെങ്കിൽ പെൻടെസ്റ്റേഴ്സ് ആണ്. സോ ബേസിക്കലി വൾണറബിലിറ്റി അനലിസ്റ്റ് അല്ലെങ്കിൽ പെൻടെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ജോബ് റോളാണ്. വൾണറബിലിറ്റി അനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെ വൾണറബിലിറ്റി ഉണ്ട് അതിനെ ടൂൾസ് യൂസ് ചെയ്തിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യുകയും അതിന് വേണ്ട റെമഡിയൽ ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീമാണ് വൾണറബിലിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ കണ്ടിന്യൂസ്ലി ഇവർ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഏതെങ്കിലും പുതിയ വൾണറബിലിറ്റീസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പുതിയ വൾണറബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെ പഴയ വൾണറബിലിറ്റി ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർക്ക് മിക്കവാറും വൾണറബിലിറ്റി സ്കാനിങ് ടൂൾസ് ഉണ്ടാവും. ആ ടൂൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അത് റിപ്പോർട്ട് എടുക്കും. ആ റിപ്പോർട്ട് അനുസരിച്ച് എവിടെയൊക്കെയാണ് വൾണറബിലിറ്റി ഉള്ളത് അത് ടീമിനെ എൻഗേജ് ചെയ്യിച്ചിട്ട് അത് ഫിക്സ് ചെയ്യിക്കുന്ന പരിപാടിയാണ് വൾണറബിലിറ്റി അനലിസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ പെൻടെസ്റ്ററിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. വൾണറബിലിറ്റി അനലിസ്റ്റുകൾ ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ ഫുള്ളി പ്രൊട്ടക്റ്റഡ് എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ എത്രത്തോളം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ആൾക്കാരാണ് പെൻ ടെസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെനിട്രേഷൻ ടെസ്റ്റർ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇവരെല്ലാം എത്തിക്കൽ ഹാക്കേഴ്സ് ആണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ ഇവർ ഹാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഇവരിലുള്ള ലേറ്റസ്റ്റ് ടൂൾസും അതുപോലെ പുതിയ അഡ്വൈസറീസ് അല്ലെങ്കിൽ പുതിയ എന്താണ് ഹാക്കിംഗ് ട്രെൻഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇവർ
നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ അറ്റാക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് ആ അറ്റാക്ക് ചെയ്തതിൻ്റെ അകത്ത് ഏതെങ്കിലും കോംപ്രമൈസ് ആവുമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അറ്റാക്കിങ് അല്ലെങ്കിൽ ഡേറ്റ എടുക്കുന്നതൊക്കെ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവർ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് കമ്പനിക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ അതായത് ടീമിന് സീനിയർ മാനേജ്മെന്റിൽ കൊടുക്കുകയും അതനുസരിച്ചുള്ള ആക്ഷൻ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യും. ആ ആക്ഷൻ ഐറ്റംസ് വെച്ചിട്ട് അത് ഫിക്സ് ചെയ്യുകയും ചെയ്യും. അതാണ് പെൻ ടെസ്റ്റേഴ്സ് ജനറലി ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ കമ്പനിക്കകത്തുള്ള ഇന്റേണൽ പെൻ ടെസ്റ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പനി ചിലപ്പം 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ പുറത്തുനിന്നുള്ള ടീമിനെ തേർഡ് പാർട്ടി ആയിട്ടുള്ള വെൻഡേഴ്സിൻ്റെ അടുത്തുനിന്ന് പെൻ ടെസ്റ്റേഴ്സിനെ വെച്ചിട്ട് ഇതുപോലെ പെനിട്രേഷൻ ടെസ്റ്റിംഗ് കൂടെ നടത്താറുണ്ട്. കുറച്ചുകൂടെ അഷുറൻസ് കിട്ടാനായിട്ട്. മീൻസ് അവർക്ക് ഇന്റേണൽ ടീമിനെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് ഒരു എന്താ പറയുക ഒരു ടെസ്റ്റിംഗ് കൂടെ അവർ നടത്താറുണ്ട് ടു എൻഷുർ ചെയ്യാനായിട്ട്. വേറെ പുതിയ ലൂപ്പ് ഹോൾസോ അല്ലെങ്കിൽ ഇവർ ടെസ്റ്റ് ചെയ്യാതെ പോയ ഏതെങ്കിലും കാര്യങ്ങൾ അതിൽ ഉണ്ടോ എന്ന്. നമ്മളിപ്പോൾ ഒരു ലാബ് ഇപ്പം ഈ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുവാണെങ്കിലും ഒരിടത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ ഒരു അഷ്യൂർ ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ടെസ്റ്റ് ചെയ്യാറുണ്ടല്ലോ ചില സമയങ്ങളിൽ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും സ്പൈക്കുകളൊക്കെ അതിനകത്ത് കാണുവാണെങ്കിൽ എന്ന് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യാറുള്ളത്. ഇനി അടുത്ത സെക്യൂരിറ്റി കംപ്ലയൻസ് അനലിസ്റ്റ് അല്ലെ ഓഡിറ്റേഴ്സ് ഉണ്ട്. സോ ബേസിക്കലി നമുക്ക് ഈ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഏരിയ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ റെഗുലേഷൻസും കംപ്ലയൻസ് സ്റ്റാൻഡേർഡ്സും ഒക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടാണോ ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് നോക്കുന്നതാണ് ഈ ഒരു സെക്യൂരിറ്റി കംപ്ലയൻസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. GDPR, HIPAA അല്ലെ ISO 27001 ഇതൊക്കെ പല ടൈപ്പ് സ്റ്റാൻഡേർഡ്സും കംപ്ലയൻസും ഒക്കെയാണ്. എന്താണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ HIPAA എടുക്കുക. ഈ HIPAA വളരെ കോമൺ ആയിട്ട് US-ലും അതുപോലെ ഒത്തിരി രാജ്യങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടൊരു ഒരു സ്റ്റാൻഡേർഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ്സിൽ പേഷ്യൻ്റ് ഇൻഫർമേഷൻസ് ഒക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണം, ഏത് രീതിയിൽ ആണ് അതിനകത്ത് ആക്സസ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെ എന്തൊക്കെ ഇൻഫർമേഷൻ കാണാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യുകയും അത് കൃത്യമായിട്ട് അവൈലബിൾ ആക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് HIPAA. ഇനി നമ്മുടെ കമ്പനിയിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു ഇപ്പം ആമസോൺ പോലത്തെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു പോർട്ടലുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ക്രെഡിറ്റ് കാർഡൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് PCI DSS കംപ്ലയൻസ് വേണം. ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ കാർഡ് ഇൻഫർമേഷൻസ് ഒക്കെ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹാക്കേഴ്സ് അത് നാളെ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. കാരണം അത്രയും കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനോ അല്ലെങ്കിൽ കാർഡ് ഇൻഫർമേഷനോ ലീക്ക് ആയി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിച്ച് പൈസ മോഷ്ടിക്കാൻ പറ്റും. സോ അതുകൊണ്ട് അങ്ങനൊരു കാര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കംപ്ലയൻസ് ചെയ്യാറുണ്ട്. സോ ഇത് ഇങ്ങനെയുള്ള PCI DSS കംപ്ലയൻസ് ഉള്ള കമ്പനികളുടെ സൈറ്റിൽ മാത്രമേ സാധാരണ ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് സേവ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതും ഒരു കംപ്ലയൻസ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി റെഗുലേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ GDPR ഒരു റെഗുലേഷനാണ്. എന്താ വെച്ചാൽ ഒരു രാജ്യത്തുള്ള റൂളാണ് അല്ലെങ്കിൽ ഒരു റീജിയൻ്റെ റൂളാണ്. ഇത് ബേസിക്കലി നമ്മളുടെ യൂറോപ്പ് ഏരിയയിൽ നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ GDPR റെഗുലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈവസി റെഗുലേഷന് നമ്മൾ ബാധകമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കമ്പനി അതിൻ്റെ റെഗുലേഷൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സെക്യൂരിറ്റി കംപ്ലയൻസ്, ഈ ഓഡിറ്റ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും അതുപോലെ അതിൻ്റെ ഓഡിറ്റ് ചെയ്യാൻ ഉള്ള ഒരു ടീമായിരിക്കും ഇത്. ഇനി സെക്യൂരിറ്റി റിസർച്ചേഴ്സ് ഉണ്ട്. സെക്യൂരിറ്റി റിസർച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ഒരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. സോ ബേസിക്കലി ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പുതിയ വൾണറബിലിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം എക്സാമ്പിൾ ഇപ്പം നമ്മുടെ IRCTCയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, അത് ചിലപ്പം ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ഈവൻ ബാങ്കിൻ്റെ ആവും, ഇൻഷുറൻസ് കമ്പനിയുടെ ആവും. അങ്ങനെയൊക്കെയുള്ള വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ അവർ മൊബൈൽ ആപ്പ് ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും വൾണറബിലിറ്റികളുണ്ടോ, അല്ലെങ്കിൽ പബ്ലിക്കലി ഫേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ജനറലി വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹാക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സെക്യൂരിറ്റി റിസർച്ചേഴ്സ്. അത് ചില കമ്പനികളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുന്ന കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി റിസർച്ചേഴ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇപ്പം സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകളായിട്ട് വിൽക്കുന്ന കമ്പനിയാണെങ്കിലും അവരുടെ അകത്തും സെക്യൂരിറ്റി റിസർച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഈ ബഗ് ബൗണ്ടറി പ്രോഗ്രാമിൻ്റെ അകത്തൊക്കെ കൂടുതലും വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി റിസർച്ചേഴ്സ് ആണ്.
ഫോറൻസിക് അനലിസ്റ്റ് ഉണ്ട്. ഇവര് ബേസിക്കലി നോക്കിയാൽ നമ്മളുടെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ഹാക്കിങ്ങോ അല്ലെങ്കിൽ ഒരു റാംസംവെയർ അറ്റാക്കോ ഒക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറൻസിക്കുകാരാണ് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ നടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നതെന്നും അതുപോലെ ഏത് രീതിയിലാണ് ആ ഒരു അറ്റാക്ക് വന്നതെന്നും ആ അറ്റാക്കിലൂടെ എന്തൊക്കെ ഡേറ്റ പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർ ഓരോ ലോഗ്സും ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ സിസ്റ്റംസ് ചെക്ക് ചെയ്യും, അതിൻ്റെ അകത്തുനിന്നുള്ള ഡേറ്റ എടുക്കുകയും അത് വെച്ച് അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഫോറൻസിക് അനലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയിലൊക്കെ നമ്മുടെ ഏതെങ്കിലും ഡേറ്റ ലോസ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോറൻസിക് അനലിസ്റ്റിനെ വിളിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അത് കമ്പനിയുടെ ഇന്റേണൽ ടീമും ഉണ്ടാവും. ഇതേപോലെ തന്നെ നമുക്ക് സർക്കാരിന്റെ ടീമുകളുണ്ട്. സർക്കാരിന്റെ എന്താ പറയാ, സർക്കാരിന്റെ ഇപ്പൊ സൈബർ ഡോം ഒക്കെ ആണെങ്കിൽ അവർക്കും ഫോറൻസിക് ടീമുണ്ട്. ഏതെങ്കിലും ഒരു അടുത്ത് ഇതുപോലെ പബ്ലിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിലോ ഒക്കെ ഇതുപോലെ ഡേറ്റ ലോസ് ആകുമോ അല്ലെങ്കിൽ അറ്റാക്ക് വരുമോ ചെയ്യുവാണെങ്കിൽ ഈ ഫോറൻസിക് ടീമാണ് വരുന്നത്. അപ്പം ഗവൺമെന്റിന്റെ ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികൾക്ക് അവരുടെ സ്വന്തം ടീമുകളും ഉണ്ട്. അപ്പോൾ ഇതും ഫോറൻസിക് അനലിസ്റ്റിന്റെ ഒരു ജോബ് റോളാണ്. ഇനി അത് ചീഫ് ഇൻഫർമേഷൻ ഓഫീസറാണ്, CISO എന്നാണ് പറയാറുള്ളത്. ഇതാണ് ടോപ്പ് ലെവൽ സീനിയർ മാനേജ്മെന്റിൽ. അപ്പോൾ ഈ ടോപ്പ് ലെവൽ ഓഫീസറാണ്. അപ്പോൾ ഈ ഒരു ഓഫീസറിന്റെ ഉത്തരവാദിത്തമായിരിക്കും ഒരു ഓർഗനൈസേഷന്റെ കംപ്ലീറ്റ് സെക്യൂരിറ്റി. അപ്പോൾ ഇവരാണ് അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിൾ. ഇവരാണ് അതിന്റെ ടീമിനെ ഡിസൈഡ് ചെയ്യുകയും ടീമിനെ മാനേജ് ചെയ്യുകയും ലീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ആയിരിക്കും. ഇതാണ് ടോപ്പ് ലെവൽ പൊസിഷൻ. ഇത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് ജനറലി CSO എന്ന് പറഞ്ഞ് വെക്കാറുള്ളത്. ഒരു 15 വർഷത്തിന് മുകളിലൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതലും CSO ആയിട്ട് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ജോബ് റോൾസ് എന്ന് പറയുന്നത്.